Hello all. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 030/2024 ആണ് വരുന്നത്. സോ നമ്മുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ സിലബസിൽ ഇത്തവണ നമുക്ക് 3 പാർട്ടാണ് ഉള്ളത്. അതിൽ പാർട്ട് 1 എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ് ആൻഡ് ഇറ്റ് കേരീസ് 40 മാർക്സ്. ഓക്കെ, 40 മാർക്സ് ആണ് പാർട്ട് 1 വരുന്നത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. അപ്പോൾ ആ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ ലീനിയർ ആൾജിബ്ര, കാൽക്കുലസ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ന്യൂമറിക്കൽ മെത്തേഡ്സ്, ഇത്രയും പോർഷൻസ് ആണ് വരുന്നത്. അതിൽ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിക്സിന് 12 മാർക്സ് ഉണ്ട്. അതുപോലെ തന്നെ കാൽക്കുലസിനും 12 മാർക്സ് ആണുള്ളത്. സോ വെയിറ്റേജ് കൂടുതൽ ഈ പോർഷൻസിനാണ്. ആൻഡ് പാർട്ട് 2 വരുന്നത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. ഓക്കെ, എഞ്ചിനീയറിംഗ് ഫിസിക്സ് 30 മാർക്സിനുണ്ട്. അപ്പോൾ 40 മാർക്സ് മാത്സിനുണ്ട്, ഫിസിക്സിന് 30 മാർക്സ് ആണ്. ആൻഡ് ഈച്ച് ഇതിൽ തന്നെ 3 മോഡ്യൂൾസ് ആണുള്ളത്. എല്ലാ മോഡ്യൂളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഓൾസോ 30 മാർക്സ്. സോ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് മാത്സിനാണ്. മാത്സ് എല്ലാവർക്കും സ്കോർ ചെയ്യാം, പിന്നെ ബാക്കിയുള്ളതിൽ നിന്നും കൂടെ പറ്റുന്ന പോലെ പഠിക്കാം. ഓക്കെ, മാത്സിൽ തന്നെ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് 10 മാർക്സിനുണ്ട്. ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് 10 മാർക്സിനുണ്ട്. ദെൻ വരുന്നത് എൻവയൺമെൻ്റ് ആണ്. എൻവയൺമെൻറ്റ് നമുക്ക് എന്തായാലും പഠിച്ചെടുക്കാൻ പറ്റും, കാരണം 10 മാർക്സിൻ്റെ ഇത് നമുക്ക് മേടിക്കാം. കാരണം ബിടെക് സിവിൽ പഠിക്കുന്നവർക്ക് എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് നന്നായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഈ വാട്ടർ പൊല്യൂഷൻ, എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്, ഇൻഡസ്ട്രി എഫ്ലുവൻറ്റ് ഫ്രം ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം എംടെക്കിനെയൊക്കെ കുറച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിലാണ്. എൻവയൺമെൻറ്റിൽ എംടെക് ഉള്ളവർക്ക് ഇത് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ എനർജി ആൻഡ് എൻവയൺമെൻറ്റ്, ഇത് നമുക്ക് കുറച്ച് പഠിക്കാനായിട്ടൊക്കെ ഉണ്ട്. സോ ടോട്ടൽ അപ്പോൾ 100 മാർക്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണെന്ന് ഞാൻ പറഞ്ഞു. ഏതാണ്? നമ്മുടെ മാത്സ് ആണ്. മാത്സ് 40 മാർക്സിലുണ്ട്, ഫിസിക്സ് 30 മാർക്സ്, കെമിസ്ട്രി 30 മാർക്സ്. അതിൽ മാത്സിൽ തന്നെ കാൽക്കുലസും പിന്നെ അതുപോലെ തന്നെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സും ആണ് കൂടുതൽ മാർക്കിന് വരുന്നത്. ഓക്കെ, താങ്ക് യു.